പൂരവർത്തമാനത്തിൽ നിന്ന് കണിമംഗലം ശാസ്താക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ കണിമംഗലം പാടശേഖരത്തിനടുത്താണ് ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ആദ്യം തൊഴാനെത്തുന്ന ദേവനും കൂടിയാണ് കണിമംഗലം ശാസ്താവ്. ഇവിടെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ സങ്കല്പത്തിലാണ് ശാസ്താവിനെ ആരാധിക്കുന്നത്. സന്യാസ രൂപം ധരിച്ച് അമൃതകുംഭവുമായിട്ടാണ് ഇരിപ്പിടമുള്ളത്. വെയിലും കാറ്റും മഴയും നനയാതെ തൃശ്ശൂർ പൂരത്തിന് ആദ്യം എത്തുന്ന ദേവനാണ് കണിമംഗലം ശാസ്താവ്. കണിമംഗലം പൂരത്തിൻ്റെ പൂരത്തിളക്കത്തിന് 1000 വർഷത്തോളം പഴക്കമുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഒരുപാട് ചടങ്ങുകളുണ്ട് ഇവിടെ. രാവിലെ 5 മണിയോടെ നാദസ്വരത്തിൻ്റെയും വില്ലിൻ്റെയും അകമ്പടിയോടെ ഒരു ആനയുടെ പുറത്ത് ദേവൻ കുളശ്ശേരി അമ്പലത്തിലേക്ക് എഴുന്നള്ളും. അവിടെ നിന്നും ത്രിപുട താളത്തിൻ്റെ അകമ്പടിയോടെ സ്വരാജ് റൗണ്ട് വഴി വന്ന് തെക്കേ ഗോപുരം കടന്ന് വടക്കുന്നാഥനെ കാണാനെത്തുകയാണ്. പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ദേവഗുരുവായ ബൃഹസ്പതിയുടെ രൂപത്തിലാണ് ഇവിടുത്തെ ആരാധന എന്ന്. അതുകൊണ്ട് ദേവഗുരുവായതുകൊണ്ട് തന്നെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയാൽ വടക്കുന്നാഥൻ പോലും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. കാരണം ഗുരുവാണല്ലോ. അതുകൊണ്ട് തെക്കേ ഗോപുരം വഴി കയറുന്ന കണിമംഗലം ശാസ്താവ് പടിഞ്ഞാറെ വഴി പുറത്ത് മേളം മുറുകുമ്പോൾ പടിഞ്ഞാറെ വഴി പുറത്തേക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുളശ്ശേരി അമ്പലത്തിലേക്ക് പോയി അവിടെയാണ് ഇറക്കി എഴുന്നള്ളിപ്പ് നടക്കുന്നത്. വൈകുന്നേരം വീണ്ടും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ നടുവിലാലിൽ എത്തുകയും അവിടുന്ന് നിലപാട് തറ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് കണിമംഗലം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ മറ്റ് ഘടകപൂരങ്ങൾക്കില്ലാത്ത സവിശേഷത കൂടി കണിമംഗലം ശാസ്താവിനുണ്ട്. മറ്റ് ദേവന്മാർക്ക് പൂരം കഴിഞ്ഞാൽ ആറാട്ടില്ല. പക്ഷെ കണിമംഗലം ശാസ്താവിന് ആറാട്ടോടെയാണ് ആ വർഷത്തെ ഒരുപാട് ചടങ്ങുകളോടെ, ശ്രീഭൂതബലി, പൂജ എന്നീ ചടങ്ങുകളോടെ ആണ് ആ വർഷത്തെ ആഘോഷം അവസാനിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രാരംഭദേവനായിട്ടാണ് കണിമംഗലം ശാസ്താവിനെ കാണുന്നത്. ശാസ്താവിനെ കൂടാതെ ഇവിടെ ഉപദേവനായിട്ട് ഗണപതി കൂടിയുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള അമ്പലമായതുകൊണ്ട് തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളും കണിമംഗലം ശാസ്താക്ഷേത്രത്തിന് പിന്നിലുണ്ട്. അതിലേറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഇവിടെ താമസിച്ചിരുന്നു എന്നതാണ്. നമ്മോടൊപ്പം ചേരുന്നത് കണിമംഗലം ശാസ്താക്ഷേത്രത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയായ സുധാകരൻ കർത്തയാണ്. എങ്ങനെയായി സാറേ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അതിൻ്റെ പെയിൻ്റ് അടി കഴിഞ്ഞു, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കൊടിയേറ്റാണ്. കൊടിയേറ്റം ഏപ്രിൽ 30-ാം തീയതി വൈകിട്ട് 6:30-ക്കാണ് കൊടിയേറ്റം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നവകം, ശ്രീഭൂതബലി, അങ്ങനെ ചടങ്ങുകളുണ്ട്. വടന്തമേളുണ്ട് കൊടിയേറ്റത്തിന്. പിന്നെ വിശേഷ പരിപാടികളുണ്ട്. പൂരത്തിൻ്റെ നാൾ 4 മണി 3:30 ആകുമ്പോൾ ശ്രീഭൂതബലിയും ഇതെല്ലാം കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് 5 മണിക്ക് ശാസ്താവ് ഒരാനപ്പുറത്ത് ഇവിടുന്ന് യാത്രയാവും. കുളശ്ശേരി അമ്പലം വരെ പോയി കുളശ്ശേരി അമ്പലത്തിൽ കയറി അവിടുന്ന് ദേവസ്വത്തിൻ്റെ 4 ആനകൾ കൂടി 5 ആനയായിട്ട് അവിടുന്ന് അടർന്ന മടത്തോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങും. നേരെ മണികണ്ഠാലി ചെന്ന് മണികണ്ഠാലിൽ അവിടുന്ന് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ 4 ആനയും കൂടി അകമ്പടി കൂടി 9 ആനയായിട്ടാണ് തെക്കേ ഗോപുരം നടവഴി ശാസ്താവ് അകത്തേക്ക് കടക്കുന്നത്. മറ്റ് ശാസ്താവിൻ്റെ അമ്പലത്തിലുള്ള പോലെ തന്നെയാണോ നമുക്കിവിടെ ചടങ്ങുകളൊക്കെ? വ്യത്യാസമുണ്ട്. മറ്റുള്ള ശാസ്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലരൂപമുണ്ട്. ഇത് വൃദ്ധനായിട്ടുള്ള ബൃഹസ്പതി ഗുരു കൂടിയായിട്ടുള്ളതാണ്. സന്യാസരൂപം കൂടിയാണ്. ഗുരുവാണ്. ബൃഹസ്പതി ഗുരു. നമ്മൾ തെക്കേ നടയിൽ കൂടെ കയറുന്നതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് വടക്കുന്നാഥനെ വണങ്ങാൻ പാടില്ല. നേരിട്ട് പോയി കഴിഞ്ഞാൽ വടക്കുന്നാഥൻ വരെ എണീറ്റ് വണങ്ങണം എന്നുള്ളതാണ് ഐതിഹ്യം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാത്രം, ഈ കണിമംഗലം ശാസ്താവ് മാത്രം തെക്കേ നടയിൽ കൂടെ കയറി മുഖാമുഖം വരാതെ പിന്തിരിഞ്ഞ് നിന്ന് മേളം നടത്തി വീണ്ടും ശ്രീമൂലസ്ഥാനത്ത് ചെന്ന് അവിടുന്ന് മേളം നടത്തിയിട്ടാണ് തിരിച്ചു വരുന്നത്.
പിന്നെ കാറ്റും മഴയും വെയിലും മഞ്ഞും ഒന്നും കൊള്ളാൻ പാടില്ലാത്ത ഒരു രൂപമാണ് ശാസ്താവിൻ്റെ. കണിമംഗലം ശാസ്താ ക്ഷേത്രം ഇപ്പോൾ ദേവസ്വത്തിൻ്റെ കീഴിലല്ല. ദേവസ്വത്തിൻ്റെ അല്ല, ഇത് പ്രൈവറ്റ് ക്ഷേത്രമാണ്. മാളയ്ക്ക കർത്താക്കന്മാരുടെ ഊരായ്മയിലുള്ള ഒരു ക്ഷേത്രം, പ്രൈവറ്റ് ക്ഷേത്രമാണ് കണിമംഗലം ശാസ്താ ക്ഷേത്രം. ഇതിൻ്റെ കൂടെ 5 ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. വലിയാക്ക ക്ഷേത്രം, വലിയാക്ക ഗ്രൂപ്പ് ദേവസ്വം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ വലിയാക്ക ഗ്രൂപ്പ് ദേവസ്വത്തിൻ്റെ കീഴടമാണ് ഈ 5 ക്ഷേത്രങ്ങൾ. പുനരുദ്ധാരണ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ പുനരുദ്ധാരണ ചടങ്ങുകൾ ഈ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടത്താനിരിക്കുകയാണ്. വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു ബഡ്ജറ്റാണ് വരുന്നത്. വലിയമ്പലം, പിന്നെ അതിൻ്റെ ദീപസ്തംഭം, നടവഴി, മതിൽ, ചുറ്റുമതിൽ, മൊത്തം പൊളിച്ച് പണിയാനുള്ള തയ്യാറെടുപ്പില്ല. ഭാഗ്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് അതിൻ്റെ പരിപാടി നടത്താനുള്ള ഉദ്ദേശം. കാരണം 1200 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണത്. പണ്ട് കാലത്ത് ഇവിടുന്ന് ആറാട്ടുപുഴയ്ക്കാണ് ഈ ദേവന്മാരെല്ലാം പോയിരുന്നത്. ആറാട്ടുപുഴയ്ക്കാണ്. ഒരു കാലത്ത് കാറ്റും കോളും വന്ന് കടക്കാൻ പറ്റാതായിപ്പോൾ പൂരം ഇവിടെ തന്നെ ചടങ്ങോടുകൂടി അവസാനിപ്പിച്ചു. അതിൽ 10 പൂരങ്ങളെയും ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാറേ? ട്രസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരാളാണ് നോക്കി വരാറുള്ളത്. അത് ആ തറവാട്ടിൽ തലമൂത്ത കാരണവരെ ആരാധന വെച്ച് കഴിഞ്ഞാൽ അവരാണ് അതിൻ്റെ ട്രസ്റ്റ് ആയിട്ട് വരിക. അവരാണ് അതിൻ്റെ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും നിർവഹിക്കാറ്. തൃശ്ശൂർ പൂരത്തിന് ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. കണിമംഗലം ശാസ്താവ് പൂരത്തിന് ഒരുങ്ങാൻ തുടങ്ങുകയാണ്. പൂരവർത്തമാനത്തിൽ ഇനി അടുത്ത ഘടകപൂരവുമായി നാളെ കാണാം.